മേഖലയിലേക്ക് ബ്രീഡിങ്ങിലേക്ക് വന്നിട്ട് ഒരു 3 വർഷത്തിനടുത്തായി. ഇത് ഞാൻ ആദ്യം ചെയ്യുമ്പോൾ സാധാരണ ഒരു കുളത്തിലാണ് ഞാൻ വളർത്തുന്ന ഒരു കുളത്തിലാണ് ആദ്യമായിട്ട് മീനിനെ ഞാൻ ബ്രീഡ് ചെയ്ത് കണ്ടത്. പക്ഷെ അത് കണ്ടപ്പോൾ ഞാൻ അതിന് കോരി പിടിച്ചുകൊണ്ട് നേരെ ഒരു ടാങ്കിലിട്ട് അത് നല്ല രീതിയിൽ പലറ്റ് ട്രെയിൻഡായി അങ്ങനെ അത് തുടങ്ങിയതാണ്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചത് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്, ഒരു ടാങ്കിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റെഡിയാവും എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ബ്രീഡ് ചെയ്ത് മുട്ടൊക്കെ വിരിഞ്ഞ് പിന്നീട് ഇത് നല്ല രീതിയിൽ ആവണില്ല, കുളത്തിൽ അത്രയും ക്വാളിറ്റി കിട്ടുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് അതിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മൾ നാച്ചുറലായിട്ട് ബ്രീഡാവണ മാതിരിയല്ല മറ്റുള്ള സാധാരണ നമ്മൾ ഹോർമോൺ കുത്തിച്ച് ബ്രീഡ് ചെയ്യണത്, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് പിന്നെ കൊച്ചിയിലൊരു സ്റ്റെം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ട്രെയിനിങ്ങിന് പോയത്. അവിടെ നിന്നാണ് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ചിലത് നാച്ചുറൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്, പിന്നെ പ്രാക്ടിക്കലായി ഈ ഹോർമോൺ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് എനിക്കറിയണ മാതിരി ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ബ്രൂഡേഴ്സിനാണ് തിരഞ്ഞെടുക്കേണ്ടത്. അത് ഏകദേശം 11 മാസം ടോട്ടൽ പ്രായമാണ് എൻ്റെ ഏകദേശം. അത് സാധാരണ നമ്മൾ വളർത്തുന്ന വരാലൊക്കെ 8 മാസം ആയി കഴിഞ്ഞാൽ അതിന് ശരിക്കുള്ള പ്രായം നമ്മൾ ഈ ഫാമിലൊക്കെ ഒരു 70-80 ദിവസം അത് സ്റ്റാർട്ടിങ് ആയിട്ടാവും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഏകദേശം 8 മാസം പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ വളർത്തൽ തുടങ്ങി കഴിഞ്ഞാൽ 8 മാസം പ്രായമായി കഴിഞ്ഞാൽ അതിന് നമുക്ക് ബ്രീഡ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു 500 ഗ്രാമിൻ്റെ മുകൾക്കുള്ള വരാലിനെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ നല്ലത്. അപ്പോൾ ഇത് മാത്രമല്ല, ഏറ്റവും വളർച്ചയുള്ള വരാൽ ഏതാണെന്ന് വെച്ചാൽ അതിനെ പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ശരിക്ക് തിയറി പറഞ്ഞത് മെയില് വേറൊരു പോണ്ടെന്നും ഫീമെയില് വേറെ പോണ്ടെന്നുമാണ് സെലക്ട് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. കാരണം രണ്ടും ഒരേ അമ്മയുടെ കുഞ്ഞുങ്ങളാവരുത് എന്നുള്ളൊരു ഇത് ഉണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യാല്ലാന്നുണ്ടെങ്കിൽ ഇതാ വെച്ചാൽ മറ്റാകുമ്പോൾ ഒന്നും പാടെ വളർച്ചയുള്ള കുഞ്ഞുങ്ങളെ കിട്ടും, അല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ കിട്ടും. പിന്നീട് നമ്മൾ അതിനെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാവ FH എന്ന് പറഞ്ഞൊരു ഹോർമോണാണ് നമ്മൾ യൂസ് ചെയ്യല്. അപ്പോൾ അത് ഈ കാർണിവോറസ് ആയിട്ടുള്ള ഫിഷിന് കൊടുക്കുന്ന ഒരു ഹോർമോണാണ്. അത് സാധാരണ തിലോപ്പിക്കോ അങ്ങനത്തെ കരിമീൻ ഹോർമോൺ കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കണത്. അങ്ങനെയുള്ള മീനൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മീനിന് അതേപോലെ വരാല്, കടു, മുഷി, അനാബസ് അങ്ങനെയുള്ള മീനിനൊക്കെ ഈ ഹോർമോൺ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും അതിൻ്റെ തൂക്കത്തിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഹോർമോൺ കൊടുക്കല്. നമ്മൾ വാവ FH ഇതാണ് ഹോർമോണിന്റെ പേര്. ഇതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പാസ് ചെയ്തിട്ട് അതിന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തോളി. ഓൺലൈനുണ്ട്. ഓൺലൈനിൽ 4 നൈറ്റ് ബുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു, അപ്പോഴുള്ള കിട്ടുക, ഒറ്റ നേരം കിട്ടണ്ട. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹോർമോണ്. ഇതുവരെ നമ്മൾ മെയിലിന് ഫീമെയിൽ സെലക്ട് ചെയ്ത് പിടിച്ചിട്ട് അതിൻ്റെ ഫീമെയിലിന് നമുക്ക് അതായത് സാറ് പറഞ്ഞ മാതിരി തന്നെ ഒരു ഓവൽ വട്ടത്തിലുള്ള റൗണ്ട് ഷേപ്പ് ആവും അതിൻ്റെ തല. പിന്നെ മാത്രമല്ല അതിൻ്റെ വയറുഭാഗം പിടിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും. ഒന്ന് അത്യാവശ്യം വീർത്ത നല്ല വയറുള്ള ഒരു വരാലിനെ പിടിക്കാവും നല്ലത്. കാരണം ചിലപ്പോൾ കുളത്തുനിന്ന് തന്നെ ബ്രീഡായിട്ട് ചിലപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യൽ ഒറ്റ ബ്രീഡിങ് ആണ്. രണ്ടാമത് നമ്മൾ ബ്രീഡ് ചെയ്യാൻ നിൽക്കല്. കാരണം ഫസ്റ്റ് ബ്രീഡിങ്ങിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ കിട്ടല്. അപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്യാൻ നിൽക്കലില്ല. അപ്പോൾ നല്ല വയറുള്ള വരാലിനെ പിടിക്കാൻ വേണ്ടി നല്ല ആരോഗ്യമുള്ള മെയിലിന് അതേ വലുപ്പം തൂക്കമുള്ളതാകുമ്പോൾ ഒന്നും പാടെ നന്നാവും മെയിലിനെ പിടിക്കുമ്പോൾ. പിന്നെ ഇതിനുള്ള ടാങ്ക് അങ്ങനെ അത് നമ്മൾ ആദ്യം തൂക്കണം. ആ മീന് രണ്ടും പാടെ ആദ്യം തൂക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ml, 1 കിലോ മത്സ്യത്തിന് 1 ml ആണ് സാധാരണ കൊടുക്കല്. അതിപ്പോൾ രണ്ടും പാടെ കൂട്ടിയിട്ട് അങ്ങനെ ഞാൻ കൊടുക്കല് കേട്ടോ. എനിക്ക് കൂടുതൽ കൊടുക്കാമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അത് കൂടുതൽ കൊടുത്തപ്പോൾ അത് പെട്ടെന്ന് ചത്തുപോയി. ഇല്ല, 1 കിലോന് 1 ml. 2 മീൻ 1 കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മീന് 1/2 കിലോന്, മറ്റേ മീൻ 1/2 കിലോന്. അപ്പൊ ആ ഹോർമോൺ നമ്മൾ എടുക്കേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ രണ്ട് മീൻ 2 കിലോ ഉണ്ടെന്നുണ്ടാവും. അപ്പൊ 2 ml അപ്പോ അതായത് ഉദാഹരണം ഇപ്പൊ പറഞ്ഞത് 1 കിലോന് 2 മീനും പാടെ തൂക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മീന് 500, മെയിൽ 500, ഫീമെയിൽ 500. അപ്പൊ നമ്മള് അതിന്റെ ഹോർമോൺ എടുക്കേണ്ട അളവ് 1 ml. ഞാൻ എടുക്കുന്ന അളവാണ് പറഞ്ഞത്, കൂടുതൽ കൊടുക്കുന്നുണ്ട്. അപ്പോ 1/2 കിലോ ഉള്ള മത്സ്യത്തിന് 0.5 ml, 1/2 ml അതിന്റെ അതായത് വാലിന്റെ അവിടെയാണ് കൊടുക്കല്. പക്ഷെ ശരിക്ക് എഫക്റ്റ് കിട്ടണമെങ്കിൽ ഈ ഇവിടുത്തെ ചിറകുണ്ടല്ലോ, ചിറങ്ങനെ ഇതാക്കിയിട്ട് ആ ചെറിങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഒരു ചെരിച്ചിട്ട്, അതായത് ആ മീനിന്റെ
ഓവർ അടിക്ക് പോകാനും പാടില്ല, നേരിട്ട് ഡയറക്റ്റായിട്ട് കുത്താനും പാടില്ല. ചെരിച്ചിട്ട് അതിന്റെ സൈഡ് കൊടുക്കുക. ചെറിയ ചെളുക്ക് മാറ്റിയിട്ട് ചെറിയ സിറിഞ്ച് ഉപയോഗിക്കാൻ നല്ല. ഇങ്ങനത്തെ ഇതിനേക്കാളും ചെറുതാണ് ഏറ്റവും ബെറ്റർ ഇൻസുലിൻ്റെ ഇത്. അതിൽ ചെറിയ മെഷർമെന്റ് വ്യത്യാസമുണ്ട്. 40 ml എന്തോ 40 എന്നുള്ള രീതിയിൽ കാണിക്കും. ഇതേപോലെ 1 ml 2 ml കാണിക്കൂല. 1 ml അല്ല, അതിന് മെഷർമെന്റ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. സിറിഞ്ചിന്റെ മെഷർമെന്റ് ചിലപ്പോൾ 10, 20, 30, 40 അങ്ങനെ കാണിക്കില്ല. ഇതിൽ 1 ml 2 ml അങ്ങനെ കാണിക്കും ഈ സിറിഞ്ചില്. മെയിലും ഫീമെയിലും കൊടുക്കണം. പിന്നെ ഇത് ഉപയോഗിക്കല് നമുക്ക് ഒന്നുകിൽ ഇപ്പൊ ഞാൻ കൂടുതൽ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഒരു 50 സെന്റിന്റെ പോണ്ട് ഉണ്ട്, നാച്ചുറൽ പോണ്ട്. അതിൽ കൂടുതൽ പ്രൂഡേഴ്സിന് എന്ത് ചെയ്യും, ബ്രീഡ് ഇത് ഓർമ്മ കുത്തിച്ചങ്ങാണ്ട് നേരിട്ട് കുളത്തേക്ക് ഇടല് ചെയ്യല്. അതാകുമ്പോൾ ഈ ആർട്ടിമിയും മൊയിനിയും കൊടുക്കേണ്ട ഒരു ആവശ്യം വരണില്ല. നമുക്ക് ആ പെല്ലറ്റ് ട്രെയിനിന്റെ ആവാനുള്ള രൂപത്താകുമ്പോൾ പെട്ടെന്ന് വളർച്ചയും കിട്ടും. അതിൻ്റെ ഉള്ളിൽ ഈ ഹോർമോൺ കൊടുത്താൽ മാത്രമുള്ള നിങ്ങൾ ഇതാവും. അല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ബ്രൂഡേഴ്സിന് നമ്മള് ടാങ്കിലിട്ടത് ഞാൻ സാധാരണ ചെയ്യൽ ടാങ്കിലിട്ടിട്ട് അതിന് ആവശ്യം വരുമ്പോൾ ഞാൻ എന്തെങ്കിലും കുത്തിവെച്ചങ്ങാണ്ട് അതിക്കിടും. വേറെ മീനുണ്ടോ, പക്ഷെ അവരായിട്ട് ബ്രീഡ് ആവൂല. ഈ ഹോർമോൺ കുത്തിവെച്ചാൽ മാത്രമുള്ള ഇറ്റിങ്ങൾ ബ്രീഡ് ആവുക. ബാക്കിയുള്ളത് ഇറ്റിങ്ങൾ പാരനൽ കെയർ നല്ല കൊടുക്കും. അപ്പൊ നോർമലായിട്ട് എനിക്ക് കിട്ടലുണ്ട്. പിന്നെ ഈ വിയറ്റ്നാം വരാലും ഓവർ നാടവരാലിനോ അതിന് അറ്റാക്ക് ഓവർ ചെയ്യില്ല. ഒരു 20% മീൻ ഞാൻ കണ്ടിട്ടുള്ളത്, 20% മീനൊക്കെ മറ്റുള്ള മീനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. പക്ഷെ ബാക്കിയുള്ളതൊന്നും ഇപ്പൊ ഞാൻ കുറെ പരലും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും അതിനൊന്നും കഴിക്കല് വിയറ്റ്നാം വരാല്. നാടവരാലാണെങ്കിൽ നല്ല രീതിയിൽ കഴിക്കും. അല്ല, ഞാനതില് സാധാരണ കൂടുതലായിട്ട് മത്സ്യം വളർത്തലില്ല. ഫാമിങ്ങിനാ ഒരു 100-300 കിലോ മീനൊക്കെ ഉണ്ടാവലുണ്ട്. കണക്കാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു ചതുരശ്ര മീറ്ററിൽ 1 മുതൽ 2 എന്നുള്ള കണക്കിലാണ് നമുക്ക് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഈ ബ്രൂഡ് ചെയ്ത സാധനങ്ങൾ ഇടാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. ആളെ എക്സ്പീരിയൻസിലാണ് പറഞ്ഞത്. നമ്മളത് സെപ്പറേറ്റ് തന്നെയാണ് പറഞ്ഞത്. സ്കീമിൽ പറഞ്ഞത് വേറെ ഫാമറിന്റെ ആദായം പറഞ്ഞത്. ഫാമറിന് വേറെ എന്തെങ്കിലും ഐഡിയാസ് ഞാൻ അതാണ് പോകുന്നത്. അപ്പോൾ അതിനങ്ങനെ ചെയ്യല്. എന്നിട്ട് ഞാൻ പിന്നെ അതിന് പണിക്കാർ വെച്ച് പോരിങ്ങാണ്ട് നേരെ ടാങ്കിലിട്ടിട്ട് അതിനെ പെല്ലറ്റ് ട്രെയിൻ ഒരു അതായത് ഞാൻ അതിൽ കാണിച്ചില്ല, ടാങ്കിൽ കാണിച്ചില്ല. അതായത് ഒരു ബ്ലാക്ക് ചോപ്പ് മാറിയിട്ട് ബ്ലാക്ക് ഷെയ്ഡ്ക്ക് വരുന്ന രീതിയിലുള്ള ഇതാണ്. അതാണ് പെല്ലറ്റ് എടുക്കുക, 6 mm ഒക്കെ എടുക്കുക. പിന്നെ രീതിയിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ബ്രൂഡേഴ്സിന് അത് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അത് അതായത് ഏറ്റവും നല്ലത് ഈ സ്ക്വയർ ടാങ്കിൽ ഇടുന്നതാണ് നല്ലത്. റൗണ്ട് ടാങ്കിലാകുമ്പോൾ ഇറ്റിങ്ങൾ എണ്ണ ചേരാൻ വട്ടാകുമ്പോൾ ഇറ്റിങ്ങൾ ഓടിക്കളിക്കും. അപ്പോൾ എണ്ണ ചേരാനുള്ളൊരു ഇത് ടെൻഡൻസി കുറവായിരിക്കും. നേരെ കുറച്ച് സ്ക്വയർ ടാങ്കിൽ ഇടണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം. സ്ക്വയർ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ 4 മൂല ഉണ്ടാവും. അതേപോലെ ഏകദേശം ഞാൻ ചെയ്യണത് 4 അടി നീളം 3 അടി വീതിയും 3 അടി ഹൈറ്റും ഉള്ള ടാങ്കിലാണ് ഞാൻ ചെയ്യല്. അതിൽ നമ്മൾ ബ്രൂഡേഴ്സിന് ഇടുക. ഏകദേശം ഒരു വൈകുന്നേരം ഇട്ട് കഴിഞ്ഞാൽ ഒരു ഉച്ച ആകുമ്പോഴത്തിന് മുട്ട ഇടും ഇറ്റിങ്ങൾ. മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 ദിവസം പിടിക്കും അത് വിരിഞ്ഞ് ഒന്നായിട്ട് ഇങ്ങനെ പാട കെട്ടി എടുക്കണതാണ്. ചെറിയ ചെറിയ ഇതായിട്ട് ബ്ലാക്ക് ആയിട്ട് പാട കെട്ടി എടുക്കണതാണ്. പിന്നെ അത് ചെറിയ രീതിയിൽ ഏറാശം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പാടെ മുട്ട വിരിയാനും എളുപ്പമാവും. ചെറിയ രീതിയിൽ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം വരാലിന് തള്ള മത്സ്യം വാലോണ്ട് ഇങ്ങനെ അത് ചിറ്റിച്ചു കൊടുക്കും. തള്ള മത്സ്യം അതിൻ്റെ കൂടെ വേണം. അപ്പൊ ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുട പെട്ടെന്ന് വിരിഞ്ഞോളും. ഏറാശം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പാടെ പെട്ടെന്ന് രീതിയിൽ ആയി കിട്ടും. പിന്നീട് നമ്മൾ 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വാലൊക്കെ വന്ന് ഇങ്ങനെ നടക്കൽ തുടങ്ങും. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നാച്ചുറൽ ബോണ്ടല്ല ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തള്ള മത്സ്യങ്ങളെ മാറ്റി കൊടുക്കാം. 3 ദിവസം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞാൽ ഈ മുട്ട മൊത്തം വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തള്ളനെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. ചെറിയ ടാങ്ക് വേറെ മീനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ബോണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ തള്ള ഐറ്റങ്ങളെ കൂടുതലുണ്ടാവും, അവർ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നീട് നമ്മൾ ഈ തീറ്റ കൊടുക്കുന്നതാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, ഫസ്റ്റ് എടുത്ത് വീട് കഴിക്കാൻ നോക്കിയപ്പോൾ ടാങ്കിലിട്ടപ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് 3 ദിവസം വരെ നല്ല രീതിയിൽ കുറേ കുഞ്ഞുങ്ങളെ കിട്ടി. പിന്നീട് ഒന്നും റെഡി ആയില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ കുറേ തിയറിറ്റിക് കാര്യങ്ങളുണ്ട്. അതിന് ഒരുപാട് ചെറിയ ചെറിയ സൂക്ഷ്മജീവികളും കാര്യങ്ങളൊക്കെ ഉണ്ടായാലുള്ളൂ ഫസ്റ്റിൽ വലും വെക്കുക എന്നുള്ള മനസ്സിലായി. പിന്നെയാണ് നമ്മൾ ഈ ആർട്ടിമിയെ പറ്റി പഠിച്ചത്. ആർട്ടിമിയ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് ഉപ്പുവെള്ളത്തിൽ മാത്രമേ വളരുള്ളൂ. അത് നമ്മൾ സാധാരണ 1 ലിറ്റർക്ക് ഒരു 32 ഗ്രാം ഉപ്പൊക്കെ സാധാരണ കല്ലുപ്പ് ഇടും. അതിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഫസ്റ്റ് ചെയ്താൽ തന്നെ ചെറിയൊരു 1 ലിറ്ററൊക്കെ ആണെങ്കിൽ ചെറിയൊരു ക്യാപ്സ്യൂൾ കിട്ടും.
ഒരു ക്യാപ്സ്യൂൾ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഇതിട്ടു അതിൻ്റെ പൊടി കിട്ടും. അതാണ് സാധാരണ ഒരു പിച്ചൊക്കെ 1 ലിറ്റർക്ക് കുറച്ച് കിട്ടല്. പിന്നെ നമ്മൾ മീൻ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതനുസരിച്ചിട്ട് അത് കൂടുതൽ ഇട്ട് കൊടുക്കുക ചെയ്യല്. ഞാൻ ഇവിടെ 15 ലിറ്ററിൻ്റെ ഇപ്പോൾ സെറ്റ് ചെയ്ത് കണ്ടിരിക്കുന്നത്. ഇല്ല, അത് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ ഒറ്റ ചെറിയ അത് നമ്മൾ 10,000 കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഒരു ബ്രീഡ് ചെയ്ത് തന്നെ ഒരു 5,000, 6,000, 10,000 വരെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് എണ്ണാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് മൊത്തമായിട്ട് നമുക്ക് തിരിച്ച് വലുതായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4,000, 4,500 നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നമുക്ക് വലുതായി കിട്ടണം ഒരു പേരെന്ന്. അപ്പം നമ്മൾ സാധാരണ നമ്മൾ ഈ മൊയിന ഒരു 15 ലിറ്ററിൻ്റെ ഇതിലൊക്കെയാണ് ഞാൻ ചിലപ്പോൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ 15 ചെറിയ 1 ലിറ്റർ കുപ്പിയിലിട്ടിട്ട് ഓക്സിജൻ കൊടുത്തിട്ട് വെക്കും. അതിപ്പം ഏകദേശം വേണം. അതൊരു രാവിലെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലേക്കൊക്കെ ആകുമ്പോഴത്തേന് ഇന്ന് രാവിലെ വെച്ച് കഴിഞ്ഞാൽ നാളെ അതായത് 24 മണിക്കൂർ ആകുമ്പോഴത്തേന് അത് ഫുള്ളായിട്ട് വരും. പിന്നെ മൊയിന് ആർട്ടിമീനിൻ്റെ നെറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് അത് വിരിച്ചെടുക്കലാണ്. നെറ്റ് എടുത്തിട്ട് അത് അരിച്ചെടുക്കലാണ്. അപ്പോൾ അതിൽ 2 നെറ്റ് ഉണ്ടാവും. ഒന്ന് ടോപ്പിൽ വെക്കുന്നു, അതിന് അടിയിൽ വെക്കുന്നതും. ടോപ്പിൽ വെക്കണേൽ വിരിയാത്ത ഐറ്റംസ് ഉണ്ടാവില്ലേ, അടിയിലുള്ളതാവും വിരിഞ്ഞുണ്ടാവില്ലേ. അപ്പോൾ അതിന് നമ്മൾ വിരിയാത്തതിന് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഏകദേശം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും പാടെ വിരിഞ്ഞ് കിട്ടിയെന്ന് വരും. എന്നിട്ട് അതിന് നമ്മൾ ഈ ഒരു 25 ദിവസം വരെ ഇത് കൊടുക്കണം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ മൊയിനും കൊടുക്കാം. മൊയിനാകുമ്പോൾ നമുക്ക് ഓവർ കോസ്റ്റ് ഇല്ല. ആർട്ടിമി ആകുമ്പോൾ നല്ല കോസ്റ്റാണ്, കാരണം 3,600 രൂപയാണ് ഒരു ടിന്നിന് വരുന്നത്. പിന്നെ ആർട്ടിമി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 10, 15, 12 ദിവസം വരെ ആർട്ടിമി എല്ലാം കൊടുക്കാം. പെട്ടെന്ന് പൊന്തി കിട്ടും, അല്പം വെച്ചിട്ടു. പിന്നീട് നമ്മൾ മൊയിന കാര്യങ്ങൾ പിന്നെ നാച്ചുറൽ പോണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വെള്ളം